യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? ഇന്നിപ്പോൾ അതുപോലെ നമ്മുടെ ജീവിതത്തിൽ പറയിപ്പിച്ച ഒരു ദൈവമില്ലേ? യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്ക് ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? ദൈവത്തിൻ്റെ ദാസനായി മാറിക്കഴിഞ്ഞപ്പോൾ നിന്റെ മേൽ ശത്രു വെച്ചിരുന്ന സകല ബന്ധനങ്ങളെയും അഴിച്ചു. അല്ലെങ്കിൽ നിനക്കഴിക്കാൻ പറ്റാതിരുന്നതിനെ അഴിച്ച ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നിന്റെ മേൽ വെച്ചിരിക്കുന്ന എത്രയോ ബന്ധനങ്ങൾ ഉണ്ടായിരുന്നു. ആ ബന്ധനങ്ങളെ അഴിച്ച ദൈവമല്ലേ? 18 വർഷം ബന്ധിച്ചിട്ടിരുന്ന സ്ത്രീയെ അന്ന് രക്ഷപ്പെടുത്തിയ ദൈവം. യേശു ഒറ്റ ശുശ്രൂഷയിൽ, ദൈവവൈതലെ ഒറ്റ ശുശ്രൂഷയിൽ ദൈവത്തിന്റെ കരുതൽ വിടുതൽ അനുഭവിച്ച ജനമുണ്ടെങ്കിൽ കരമുയർത്തിയെന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. നമ്മുടെ നുക കൈകളെ അഴിച്ച് സ്വതന്ത്രമാക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ലേവ്യ പുസ്തകം 26-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു, 430 വർഷക്കാലം നുകം വെച്ച് അല്ലെങ്കിൽ അടിമപ്പണിയിൽ കിടന്നിരുന്ന ഒരു ജനത്തെ ദൈവമാ വിടുവിച്ചത്. മറ്റാർക്കും കഴിയാതിരുന്നപ്പോൾ 10 വിധ ബാധകൾ അയച്ച് 10 ദേവന്മാരുടെ പ്രതിബിംബങ്ങളായി നിന്നതിനെ ഹല്ലേലൂയ തകർത്തുകൊണ്ട് ആ ജനത്തെ ദൈവം പുറത്തു കൊണ്ടുവന്നെങ്കിൽ, ഹല്ലേലൂയ, ഫറവോന്യ നുകത്തെ തകർത്ത്, പാപ നുകത്തെ തകർത്ത്, അടിമ നുകത്തെ തകർത്ത് എന്നെ നിങ്ങളെ പുറത്തു കൊണ്ടുവന്നെങ്കിൽ എന്റെ നിങ്ങളുടെ മേൽ വയ്ക്കുവാൻ ഒരു നുകവും വയ്ക്കുവാൻ അനുവദിക്കാതെ വണ്ണം പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. അത് അമാലേക്ക് നുകമാകട്ടെ, അത് ഒടിക്കുന്ന ഒരു ദൈവമുണ്ട്. മിദ്യാന്യ നുകമാകട്ടെ, അതിനെ ഒടിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്തിനെന്ന് ചോദിച്ചാൽ, ഇനി ഒരു നുകവും വയ്ക്കാതെ വണ്ണം യേശുവിന്റെ നുകം അത് മൃദുവാണ്, അത് ലഘുവാണ്, അത് സൗമ്യതയും താഴ്മയും ഉള്ളവന്റെ നുകമാണ്. ആ നുകമാ എന്നെ മേൽ വെച്ചിരിക്കുന്നത്.